ആ പവിത്ര ഇരിക്കേ. എന്ത് പറ്റി രാവിലെ? എന്റെ സാറേ, സാർ തന്നെ വേഷമോ സാറേ ഇട്ടേക്കുന്നത്? ഞാൻ എക്സസൈസ് ചെയ്യായിരുന്നു. എന്ത് പറ്റി? ഈ നിക്കർ കൂട്ടുണ്ടോ? നിക്കറിട്ടല്ലേ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നത്? എന്റെ സാറേ, ഈ നിക്കർ കൂട്ടുണ്ടോ ഇങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞില്ലേ? എന്റെ പൊന്ന് പവിത്ര, ഈ നിക്കർ വിട്ടുകൊണ്ട് ആൾക്കാർ പുറത്തൊക്കെ പോകണം. അപ്പോഴാണ് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്തോ ഇത്. അത് എന്നെ സംഭവം അറിയോ? എന്താ? നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞ ചെറിയ 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 ഒന്നെങ്കിൽ മുണ്ടെടുത്തോണ്ടിറങ്ങും, അല്ലെങ്കിൽ പാണ്ടിട്ടോണ്ടിറങ്ങും. അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത്, സാർ അത്തരത്തിൽ നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. മറ്റുള്ളവർ മറ്റൊന്നും പറയില്ല, ഒന്നും വിചാരിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആര് വിചാരിക്കില്ലെന്നാ? അങ്ങനെ ഇന്നോരൊന്നുമില്ല. ഞാനെടുത്ത ഒരു കറക്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പറ. മുണ്ട് മാത്രം ഉടുത്തോണ്ട് നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അണ്ടർവാർ ഇട്ടുകൊണ്ട് ഇതിലെ കൂടെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം എന്തൊക്കെ പറഞ്ഞു ഒപ്പിക്കുമെന്ന് ആലോചിച്ച് ചോദിക്കും. നാട്ടുകാരെന്തൊക്കെ പറയും? അല്ല, മനുഷ്യനല്ലേ, ഓരോരുത്തരെന്തെങ്കിലും പറഞ്ഞാലോ? ആരാ പറഞ്ഞത്? അല്ല, അങ്ങനെ ഇങ്ങനെ പേരെടുത്ത് പറയത്തക്ക വിധത്തിലുള്ള ആളുകളൊന്നും ഇല്ല. എന്നാലും ഒരു വ്യക്തിയുടെ പേര് പറ. പേരിലൊക്കെ ഇപ്പൊ എന്നായിരിക്കുന്നത്? പേരിലൊക്കെ ഒരുപാട് ഇരിക്കുന്നേ. അല്ല, എന്നോട് ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞു സാറിനെ കാണുമ്പോ ഇതൊന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പവിത്ര, ഞാൻ എന്തിട്ട് എക്സസൈസ് ചെയ്യണോന്ന് തീരുമാനിക്കുന്നത് ആരാ? അത് സാറാ. ആണല്ലോ. അതെ അതെ. അപ്പൊ പവിത്ര എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കയറി ഇടപെടരുത്. അപ്പൊ ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലെന്നാ സത്യമാല സാർ പറയുന്നേ. അല്ല, അപ്പൊ സത്യപാലൻ സാറാണ് പറഞ്ഞത്. അപ്പൊ അയാൾക്കാണ് കുഴപ്പം അല്ലേ? അയാള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കയാളെ പേടിയൊന്നുമില്ല. അല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. സത്യപാലൻ സാറിനും പറയാമല്ലോ. അതെ, സത്യപാലൻ സാറിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് എന്തിന് പതുക്കെ ആക്കണം? സത്യപാലൻ സാറിന് ശമ്പളം കൊടുക്കുന്നത് ഞാൻ എന്ത് ഡ്രസ് ഇട്ട് എക്സസൈസ് ചെയ്യുന്നു എന്ന് നോക്കാനല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് അയാളോട് ചെന്ന് പറഞ്ഞേരെ. അതങ്ങനൊന്നും പറയാൻ പറ്റില്ല. പുള്ളി പോലീസുകാരനല്ലേ. അതുകൊണ്ട് പുള്ളി എന്റെ നട്ടലിടിച്ച് വെള്ളമാക്കുമല്ലേ. അങ്ങനെ നട്ടലിടിച്ച് വെള്ളമാക്കുകയാണെങ്കിൽ പവിത്രന്റെ ചികിത്സ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും. എന്റെ പുക കണ്ടിട്ട് നിങ്ങൾ അടങ്ങുള്ളൂ. അത്രേ ഉള്ളൂ. ചെല്ലട്ടെ, ഒന്ന് പോ. ചായ വല്ലതും വേണോ? വേണ്ട. എന്തായി? സാറ് പറയാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് സംഭവം എല്ലാം കീച്ചിട്ടുണ്ട്. ഇത് മാന്യന്മാർ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ നിക്കറിടാൻ പാടില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, നിക്കർ മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ നാട്ടുകാരിൽ പലർക്കും ഇത് ഭയങ്കരമായിട്ട് പരാതിയാണ്. ഇത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറയുക, ഞാൻ എന്തിടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അത് ചോദിക്കാൻ നീ ആരാന്ന്. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, ഇത് നാട്ടുകാർ മൊത്തത്തിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി എന്നോട് പറയുക, ആർക്കെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ അതിന് ഉത്തരം പറയാമെന്ന്. എന്നിട്ട് എന്നോട് ചോദിക്കുവാണേ, അപ്പത്തെ സത്യപാലൻ സാറാണോ ഇതിന്റെ പിന്നിൽ നിന്ന്? നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ പൊന്നു സാറേ, എന്തിനാണ് എന്നെ ഈ അളിവിളി കേസിനകത്ത് പിടിച്ചിടുന്നത്? സാറ് നിങ്ങൾ അയലോക്കക്കാരല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണോ സാറിന് അങ്ങോട്ട് ഒന്ന് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പവിത്ര? നീ എല്ലാവർക്കും വീട് എടുത്തു കൊടുത്തേ എന്നും പറഞ്ഞോണ്ട് ഈ പുള്ളി കാണിക്കുന്ന കൊള്ളരുതായിക്കെന്ന് ഞാനിവിടെ ഒന്ന് സമാധാനം പറയണോ? സാറൊരു SI അല്ലേ, എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ സാറിന് ചങ്കും പിടിച്ച് അങ്ങോട്ട് ഒന്ന് ചോദിക്കാൻ മേലേ. ഈ പാവം പിടിച്ചവർ എന്തിനാ ഇതിനകത്തിട്ട് വലപ്പിക്കുന്നേ? സാറേ, ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഉണ്ടല്ലോ, സാറ് പറഞ്ഞ ഞാൻ നിക്കർ വിട്ടുകൊണ്ട് പുള്ളി ആ സോഫയിലിരിക്കുക. സാറ് പറഞ്ഞത്ര നീളക്കുറവൊന്നുമില്ല, കുറച്ചുകൂടെ നീളമുണ്ട്. ഇത്ര നീളം കാണും. അച്ഛൻ പറഞ്ഞ പുള്ളിയുടെ ആ നിക്കറ് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ പഴയ പോലീസുകാരുടെ യൂണിഫോം ഓർമ്മ വന്നേ. അല്ല സാർ, അന്നത്തെ പോലീസുകാർക്ക് ആ നിക്കർ വിട്ടുകൊണ്ട് വിലസാവായിരുന്നുണ്ടെങ്കിൽ ഈ പാവം പിടിച്ച ഈ ഡോക്ടർക്ക് ഇന്നത്തെ കാലത്ത് ആ നിക്കർ വിട്ടുകൊണ്ട് നടന്നാൽ എന്നാ പ്രശ്നം? ഒരു നിക്കറും ഒരു ഡോക്ടറും ഒരു പോലീസുകാരനും മനുഷ്യന് സമാധാനം എന്ന് പറയുന്നില്ല.